ഹായ് ഫ്രണ്ട്സ്, ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ഓണം ഷോപ്പിങ്ങിന് പോകുക കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പഞ്ചാബിൽ ഇവിടെ കേരള സ്റ്റോറോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പ്രൊഡക്ട്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ രാജസ്ഥാനിൽ കിട്ടുന്നുണ്ട്. അത് നമ്മളും രാജസ്ഥാനും തമ്മിൽ 20-21 കിലോമീറ്റർ ദൂരം വ്യത്യാസമുള്ളൂ ബോർഡറിലേക്ക്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരു 30-ന് മേളിൽ കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. എന്നാലും സാരമില്ല, കേരളത്തിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ എന്നോർത്ത് നമ്മൾ രാവിലെ തന്നെ, സൺഡേയിൽ ഹോളിഡേ ആണ്, അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പഞ്ചാബും രാജസ്ഥാനുമായിട്ടുള്ള ബോർഡർ. ടോൾ ഗേറ്റിലോട്ട് പോകുക കേട്ടോ നമ്മൾ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും ബോർഡർ, ടോൾ ഗേറ്റ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന പഞ്ചാബിൽ, ഇനിയിപ്പോൾ ഇത് കടന്നങ്ങോട്ട് മാറുമ്പോൾ രാജസ്ഥാനിലോട്ട് നമ്മൾ കയറുവാണ് കേട്ടോ. അങ്ങനെ അവിടെ അതെല്ലാം കാണിച്ച് ഓക്കെ ആയി. അങ്ങനെ നമ്മളെ അവർ അങ്ങോട്ട് കയറ്റി വിട്ടു. പിന്നെ അങ്ങനെ നമ്മൾ രാജസ്ഥാനിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നേ നമ്മൾ രാജസ്ഥാനിൽ നിന്നിട്ടുണ്ട് കേട്ടോ, 4 വർഷം. ഇതിന് മുന്നേ അത് ഇവിടെയല്ല, വേറെ സ്ഥലത്ത്. നല്ല എന്താ പറയുന്നത്, ചൂടാന്നേ ഉള്ളൂ, പക്ഷേ അല്ലാണ്ട് നല്ലൊരു സ്ഥലമാട്ടോ രാജസ്ഥാൻ. പിന്നെ ഇനി നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം രാജസ്ഥാനിൽ. ഭയങ്കര സന്തോഷം കേട്ടോ, നാട്ടിലെ സാധനങ്ങൾ അവിടെ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും പോകാം. ഓണം വരുമല്ലേ, അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ നമ്മൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ രാവിലെ തന്നെ വാ, സൺഡേയിൽ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ നല്ല കാലാവസ്ഥയാട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പം. പിന്നെ കാരണം ഇവിടെ പഞ്ചാബിൽ ഓൾറെഡി നല്ല മഴയൊക്കെ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മിലിറ്ററിയിലെ, ആർമിയിലെ വണ്ടികളായിട്ട് ഇതൊക്കെ കാണുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കടന്ന് പോവുകയാണ് കണ്ട്. പിന്നെ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് സൺഡേ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാട്ടോ നമ്മളിന്ന് രാവിലെ തന്നെ ഇറങ്ങിയത്. പിന്നെ ഇവിടെ പഞ്ചാബിൽ നല്ല മഴയാട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്കൂളിനൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. 4 ദിവസം ഓൾറെഡി അവധി കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ 3 ദിവസത്തേക്ക് പിന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മഴയില്ല, മഴ ചെറുതായിട്ട് പെയ്യും, അത്രയേ ഉള്ളൂ. നല്ല കാലാവസ്ഥയാണ്. ഇത് കണ്ടോ, നമ്മൾ രാജസ്ഥാനിലോട്ട് കയറിയപ്പോൾ കാണുന്ന കാഴ്ചയായിട്ടോ. എല്ലാം ഇങ്ങനെ ആടുകളും പശുക്കളും ഒക്കെ റോഡിൽ കൂടിയാണ് ഇവർ കൊണ്ടുപോകുന്നതും വരുന്നതും പോകുന്നതൊക്കെ. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളാട്ടോ ഇവിടെയൊക്കെ എത്തിക്കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കമൊക്കെയാണ്, നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നതല്ലേ. അങ്ങനെ നമ്മൾ കടയിലോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരുമാതിരി തീർന്നു. അപ്പോൾ വിചാരിച്ച് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഇതാട്ടോ സ്റ്റോറ്, ഇതാണ് കേരള സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇവിടെ രാജസ്ഥാനി കേട്ടോ നടത്തുന്നത്. അയാൾ അവിടുന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്, കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സാധനങ്ങളാട്ടോ. ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഇത് മിക്സായിട്ടാട്ടോ ഇവർ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സാധനങ്ങളും രാജസ്ഥാനിലെ പ്രൊഡക്ട്സും അല്ലാതെ എല്ലാ സാധനങ്ങളും മിക്സായിട്ട് വെച്ചിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു ഏരിയ കാണുന്നതാണ് നമ്മുടെ കേരള പ്രൊഡക്ട്സ് എല്ലാം കൂടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്താണ്. പിന്നെ നമ്മൾ നിന്നപ്പോൾ തന്നെ കുറച്ച് മലയാളികളൊക്കെ വന്ന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. കാരണം നാട്ടിൽ ചെന്ന ഒരു പ്രതീതിയാണ് തോന്നിയത് അന്നേരം. കാരണം എല്ലാ ഇതൊക്കെ കാണുമ്പോഴേ മെയിനായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും തന്നെ വാങ്ങിയിട്ടുണ്ട്, ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെ വാങ്ങി. ഇതൊക്കെ പുട്ടുപൊടിയും അപ്പപ്പൊടിയും എല്ലാം ഉണ്ട്, ചിപ്സ്, മിച്ചറ്, അങ്ങനെ അത്യാവശ്യമുള്ള നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ചാറുകളും ഒക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ തന്നെ. പിന്നെ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഈ ചെറുള്ളി. ഇത് നമുക്ക് അധികകാലം എത്ര നാൾ വേണേലും വെക്കാമല്ലോ, കുറേ നാളത്തേക്ക് ഇരിക്കും. പിന്നെ ഇതൊക്കെ തുറന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ മുത്താറി, അങ്ങനെയുള്ള അരികൾ, അങ്ങനെയൊക്കെ മുളക്, ശർക്കര കണ്ടോ, നല്ല അടിപൊളി ശർക്കര. ഇതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം കേട്ടോ നമുക്ക്. ഞങ്ങൾ ആദ്യം അതാണ് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ, ഞങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതെന്ന്. എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഓക്കെ, ബൈ.